ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ ആലപ്പുഴയിലെ വീടിനുള്ളിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കൊലക്കുറ്റം തെളിഞ്ഞു. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണെന്ന് കോടതി കണ്ടെത്തി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ പ്രോസിക്യൂഷന് ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമന്യേ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് 302 എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിൻ്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾ, അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിൻ്റെയും സഹായത്തിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി. അതുകൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിൻ്റെ മാതാവിനെയും രഞ്ജിത്തിൻ്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങൾ, അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ കുറ്റകൃത്യങ്ങൾ, തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ, ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്.